ബോസ് ഹൗസിൽ ഇന്ന് ജാൻമണി നോറയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടോ? എന്താ ഇപ്പൊ ജാസ്മിൻ ഇങ്ങനെ ഗെയിം എല്ലാം ഭയങ്കര വീക്കായിട്ട് വരുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ജാസ്മിനും ഗബ്രിയും തമ്മിൽ എന്താണ് പ്രശ്നം? അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? അപ്പൊ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ എന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പവർ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു മോർണിംഗ് എക്സസൈസ്, ഒരു പി ടി പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ അൻസിബ നിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അൻസിബ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല അപ്സര എന്ന് പറഞ്ഞിട്ട് കയറി പോവുകയാണ്. അപ്പൊ അപ്സര ചൂടാവുന്നുണ്ട്. ഇതിങ്ങനെ പറയാൻ പറ്റത്തില്ല അൻസിബ, നീ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ളത് നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ ടീമിന്റെ ഡിസിഷൻ ആണ്. നീ ഇതിന് ഒത്തു നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തക്കമുള്ള കോൺസിക്വൻസസ് നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കൂസാക്കാതെ അൻസിബ അങ്ങ് റൂമിൽ കയറി പോകുന്നുണ്ട്. അൻസിബ അങ്ങ് റൂമിൽ കയറി പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ പവർ ടീം, അതായത് അപ്സര ഉൾപ്പെടെയുള്ള പവർ ടീം തീരുമാനിക്കുന്നുണ്ട് അൻസിബയ്ക്ക് ഈ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഈ പറഞ്ഞ ഓപ്പൺ നോമിനേഷനിൽ എന്തായാലും അൻസിബയുടെ പേര് വരുത്തണം എന്നൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അൻസിബ ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ ശ്രീരേഖയോട് ഒരു കാര്യം പറയുന്നുണ്ട്. സംഭവം നമ്മുടെ അപ്സരയെ കുറിച്ച് തന്നെയാണ്. അപ്സര ഒരു മികച്ച മത്സരാർത്ഥി എന്ന രീതിയിൽ പല ആൾക്കാരും പലപ്പോഴായിട്ട് പ്രശംസിച്ച ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പൊ അൻസിബ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരയാണെങ്കിൽ മറ്റുള്ളവരുടെ സ്പേസ് കൂടെ കടന്ന് ആക്രമിച്ചെടുക്കുവാണ്. അപ്പൊ ആദ്യമൊക്കെ അപ്സരയായിട്ട് ഫ്രണ്ട് ആയിട്ടിരുന്ന ഒരു സമയത്ത് ആ ഒരു കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ എനിക്കതൊരു ഭയങ്കര ബാഡ് ഗെയിം ആയിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഞാനിപ്പോ ഒന്ന് അടിപൊളിയായിട്ട് കളിക്കുവാണെങ്കിൽ അവിടെ കയറി ഗോൾ അടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കുക, കൂടുതൽ സ്പേസ് എടുക്കുക, എല്ലാ ഗെയിമിലും പോയിട്ട് നമ്മളെക്കാട്ടിലും ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മളെ തോപ്പിക്കാൻ നോക്കുക, നമ്മുടെ സ്പേസ് എടുക്കാൻ നോക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്സരയുടേതെന്നാണ് പറയുന്നത്. അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി അതിനനുസരിച്ച് തന്നെ ബിഗ് ബോസ് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും തന്നെ ഹൗസ് മേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിപ്പിക്കണം, അതാണല്ലോ ബിഗ് ബോസിന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഹൗസിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ആവാൻ ഒരു വിധി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആവാൻ ആഗ്രഹിക്കാത്ത ആ ഒരു മത്സരാർത്ഥി ആരാണെന്നായിരുന്നു ചോദ്യം. അപ്പൊ ഒരുപാട് പേര് അപ്സരയുടെ പേരാണ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ സിബിൻ ഉൾപ്പെടെ, അൻസിബ, സിബിൻ ഇവരൊക്കെ ഉൾപ്പെടെ ഇപ്പൊ ശ്രീതു ഒക്കെ പറഞ്ഞത് നമ്മുടെ അപ്സരയുടെ പേരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്പേസ് അപ്സര എടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു കാര്യം ഇത്രയും ആൾക്കാർ പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരൊരു ഡൊമിനന്റ് ആയിട്ട്, അതായത് ഒരുപാട് സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഡൊമിനേറ്റ് ചെയ്ത് നിർത്താനും അവരുടെ സംസാരം നിർത്തി കഴിയാനും ഒരു പക്ഷേ അപ്സരയ്ക്ക് സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചത്. പിന്നീട് നമ്മുടെ നോറയാണെങ്കിൽ വന്ന് പറയുന്ന പേര് ജാൻമണിയുടെയാണ്. ജാൻമണിയുടെ പേര് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാൻമണി ആണെങ്കിൽ പലപ്പോഴും ഈ ഹൗസിലെ പല വൃത്തികെട്ട പരാമർശങ്ങളും അല്ലെങ്കിൽ മോശമായിട്ടുള്ള പല ഗെയിമുകളും കളിക്കും. പക്ഷെ അങ്ങനെ കളിച്ചതിന് ശേഷം ജാൻമണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ആൾക്കാരുടെ അടുത്തും പേഴ്സണലി പോയി കഴിഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു 18+ കോമഡി ഒക്കെ പറഞ്ഞ് അവരെ അങ്ങ് സുഖിപ്പിച്ച് അവരെ ഒരു എന്താ പറയാ അവളുടെ വഴിക്ക് നിർത്തുന്ന ഒരു പരിപാടിയാണ് ജാൻമണി കാണിക്കുന്നത്. ജാൻമണി ഒരു നല്ല ഗെയിമർ അല്ല. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഒരിക്കലും ജാൻമണിയുടെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരില്ല എന്നാണ് നോറ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ജാൻമണിക്ക് നല്ല വൃത്തിക്ക് പൊട്ടി. ജാൻമണി ആണെന്നുണ്ടെങ്കിൽ അപ്പഴേ ജാൻമണിക്കാണെങ്കിലും അറിയാലോ, ജാൻമണിക്ക് ഒരു ഭയങ്കര ഹുങ്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അവർക്കെതിരെ മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാനുള്ള ഒരു ശക്തിയൊന്നും ജാൻമണിക്കില്ല. അപ്പൊ തന്നെ ജാൻമണി കയറി അതിനകത്ത് പിടിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് ജാൻമണി പറയുന്നത് ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്, നീയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല് നോറ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബംഗാളി ഭാഷയിൽ പറയുന്നുണ്ട് എന്ന് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് അതുപോലെ ആ ഒരു സംസാരം തന്നെ ഇങ്ങനെ നീണ്ട് വരുവാണ്. നീണ്ട് വന്ന സമയത്ത് നോറ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അവര് പോയിട്ട് ഇങ്ങനെ നോറയുടെ അടുത്ത് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇതുപോലെ നോറ പറയുന്നുണ്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരണ്ട, ഞാൻ ഒരു വിഷയം വിട് ജാൻമണി ചേച്ചി എന്ന് പറയാണ്.
നീ അത് പറ്റത്തില്ലടി പറയടി, നീ അതാടി ഇതാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒറ്റ അടി അടിക്കാൻ വേണ്ടിട്ട് ജാൻമണി ആണെങ്കിൽ പറഞ്ഞ നോറ എടുത്തോട്ട് പോവാണ്. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ പറഞ്ഞ അൻസിബ അതിന്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് നോറയ്ക്ക് അടി പൊട്ടിയില്ല, അല്ലെ നോറ ഇന്ന് തീർന്നേനെ. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം നടക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം പിന്നെ ഒരു കലഹവും പ്രശ്നവും നോറ അന്നേരം തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. നോറ പറയുന്നുണ്ട് ഇതിനൊരു തീരുമാനം വേണം, ജാൻമണി എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അങ്ങനെ ചെയ്തതിന് ജാൻമണിക്ക് ബിഗ് ബോസ് ഒരു ശിക്ഷ കൊടുക്കണം എന്നൊരു അഭിപ്രായമായിട്ടാണ് നോറ മുന്നോട്ട് വരുന്നത്. പക്ഷെ അന്നേരം തന്നെ ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിക്കുകയും നോറയുടെ ആ ഒരു ടോക്ക് അവിടെ അവസാനിക്കുകയും ചെയ്യാണെന്നാലും നോറ കട്ട കലിപ്പിലാണ്. അപ്പൊ അൻസിബി ഋഷിയാണ് ജാൻമണിയെ പോയി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജാൻമണി ചേച്ചി നിങ്ങൾ ചെയ്തത് മോശമായി പോയി, നിങ്ങൾക്ക് പറയാമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം, പക്ഷെ പോയിട്ട് അടിക്കേണ്ട കാര്യമില്ല, അത് മോശമായി പോയി എന്നൊക്കെ പറയാണ്. പക്ഷെ ജാൻമണിക്ക് പൊതുവെ ഇപ്പൊ ആരെന്ത് വന്ന് പറഞ്ഞാലും അത് മനസ്സിലാകുന്ന ഒരു പ്രകൃതമല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത് എന്താണ് ജാൻമണിക്ക് മനസ്സിലായതേയില്ല. ജാൻമണിയുടെ പൊങ്ങച്ചങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവത്തെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാണ്. പിന്നീട് ഇതുപോലെ സിബിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് മോർണിംഗ് ആക്ടിവിറ്റി സമയത്ത് സിബിൻ ആണെങ്കിൽ പറഞ്ഞതും അപ്സരയെ കുറിച്ചായിരുന്നു. അതായത് അപ്സര മറ്റുള്ളവരെ സ്പേസ് എടുക്കുന്നു. അപ്പൊ ഈ സിബിൻ പോയിട്ട് ഈ പറഞ്ഞ ആരോടാ സംസാരിക്കുന്നത്, നമ്മുടെ അൻസിബയോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അൻസിബ പറയാണ്, അതെ പല പ്രാവശ്യവും എനിക്കാണെങ്കിൽ ഇങ്ങനെ അപ്സര മറ്റുള്ളവരുടെ സ്പേസ് എടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഞാനത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല, കാര്യം ആ തുടക്കത്തിലൊക്കെ അപ്സര എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാതിരുന്നിരുന്ന ഒരു ഇതായി, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സിബിൻ ഭയങ്കര അപ്സരയെ കുറിച്ചുള്ള ഭയങ്കര ഒരു നിരീക്ഷണമാണ് സിബിൻ അവിടെ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ അപ്സര എന്ന് പറയുന്ന മത്സരാർത്ഥി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ഒരു സ്കോർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുന്ന സമയത്തോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അപ്സരയുടെ മുഖം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ അപ്സര ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതായത് നിങ്ങളെ കടത്തി വെട്ടാൻ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം എന്നൊരു കാര്യത്തിലുള്ള പ്ലാനിങ്ങിലായിരിക്കും അപ്സര. പക്ഷെ അപ്സരയെ സംബന്ധിച്ചിടത്തോളം അപ്സര ആ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ കളിക്കുന്നുള്ള കാര്യം അപ്സര അംഗീകരിക്കുന്നില്ല. ആ ഒരു കാര്യമാണ് അപ്സരയുടെ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു പരദോഷവും കമ്മിറ്റിയൊക്കെ അവിടെ കഴിയുന്നുണ്ട്. പിന്നീട് ഇതുപോലെ നമ്മുടെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതുപോലെ റസ്മിൻ ബായ് തിരിച്ചു വരുവോ അതോ പോയ വഴി പോയോ എന്നൊരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റസ്മിൻ ബായ് അങ്ങനെ ഹൗസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നോറ ഭയങ്കര നാടകീയമായിട്ട് പോയിട്ട് റസ്മിൻ ബായെ കെട്ടിപ്പിടിക്കുകയും എല്ലാവരും ഭയങ്കര കരയോ സ്നേഹപ്രകടനവും ഇമോഷണലി ഇപ്പൊ നോറ ഭയങ്കരമായിട്ട് റസ്മിൻ ബായുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. നോറ ഒരു റിയൽ ക്യാരക്ടർ തന്നെയാണ്, ഒരു ജെന്യുവൻ പേഴ്സൺ ആയിട്ടാണ് ആ ഹൗസിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെല്ലാം വാല്യൂ കൊടുക്കുന്ന ജെനുവിൻ ആയിട്ട് പുറത്തെങ്ങനാണോ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഇതുപോലെ നമ്മുടെ ഒരു ബിഗ് ബോസ് ഒരു മീറ്റിംഗ് കൊടുക്കുകയാണ്. മീറ്റിംഗിൽ സംഭവിച്ചാൽ നമ്മുടെ അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാം. അപ്പൊ ഇനി അടുത്ത ആഴ്ചത്തേക്ക് സെലക്ട് ചെയ്ത പവർ ടീമിൽ ആരും തന്നെ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, മറ്റു ടീമിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം ക്യാപ്റ്റൻ ആവുന്നത്. അപ്പൊ എല്ലാ ടീമുകാർക്കും ഓരോ റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യാം. ആ റെപ്രസെന്റേറ്റീവ് ഒരു ഇലക്ഷൻ വഴിയാണ്, ഒരു ബാലറ്റ് വോട്ടിംഗ് വഴിയാണ് ഈ പ്രാവശ്യം എന്താ പറയാ ക്യാപ്റ്റൻ ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ ടീമും, അതായത് ഡെൻ ടീം, നെസ്റ്റ് ടീം, അതുപോലെ ഇപ്പോഴത്തെ പവർ ടീം, അതായത് അർജുന്റെ ടീം, അപ്പൊ ഇവര് 3 പേരും ഓരോ വ്യക്തികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ പവർ ടീമിൽ നിന്ന് ഗബ്രിയും, അടുത്ത ടീമിൽ നിന്ന് ജിൻഡോയും, പിന്നീട് ശ്രീധുവിന്റെ ഒക്കെ ഒരു ടീമിൽ നിന്ന് ശ്രീധുവിനെയുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ശ്രീധു ആണെങ്കിൽ ഏകപക്ഷി എല്ലാവരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ശ്രീധു മത്സരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് ഇനിയിപ്പം ഏതെങ്കിലും ഒരു, അതായത് ജിൻഡോ അല്ലാതെ എതിർപ്പുള്ള അല്ലെങ്കിൽ ജിൻഡോയെ കടത്തി വെട്ടുന്ന ഏതെങ്കിലും ഒരാൾ കൂടെ നോമിനേഷനിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നെക്സ്റ്റ് ടീം എല്ലാം വോട്ട് ജിൻഡോയ്ക്ക് കൊടുക്കുക, ശ്രീധുവിനെ വെറും ഒരു കാഴ്ച വസ്തു അല്ലെങ്കിൽ ഒരു അങ്ങനെ മത്സരിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാന്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത സമയത്ത് ശ്രീധു ചോദിക്കുന്നുണ്ട് വേറെ ആർക്കെങ്കിലും നിൽക്കാൻ താല്പര്യമുണ്ടോ, ശ്രീരേഖയോട് എടുത്ത് ചോദിക്കുന്നുണ്ട്. ശ്രീരേഖ ചേച്ചിക്ക് വേണമെങ്കിൽ നിൽക്കാം, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ശ്രീരേഖ പറയുന്നത് ഇല്ല, ശ്രീധു മത്സരിച്ചോ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫ്രണ്ടില് ബിഗ് ബോസിനടുത്ത് പറയാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുന്ന സമയത്തേക്ക് ശ്രീധു ആണെന്നുണ്ടെങ്കിൽ ശ്രീധു അല്ല ശ്രീരേഖയാണെങ്കിൽ ഒറ്റയടിക്ക് കാലുവാരാണ്. അവർ കയറി പറയുന്നുണ്ട് ഞാനുണ്ട് ബിഗ് ബോസ്, അതായത് നെക്സ്റ്റ് ടീമിൽ നിന്ന് ഞാനാണ് സെലക്ട് ചെയ്തതെന്ന് പറയാണ്. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ടീമിലുള്ള സിബിൻ ഉൾപ്പെടെ ആർക്കും ഇഷ്ടപ്പെടില്ല. കാര്യം ഒരു തീരുമാനം എടുത്ത് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ചെന്നൊരു തീരുമാനം ഒറ്റയ്ക്ക് മാറ്റുക എന്നുള്ളത് ഒരു ശരിയായ നടപടി ആയില്ല എന്തായാലും. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട്
ഇപ്പൊ ടീം തെരഞ്ഞെടുത്ത ആൾക്കാരല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് അഭിഷേക് ശ്രീകുമാർ, അതുപോലെ നന്ദന, പിന്നീട് ശ്രീതു, ജിൻഡോ, പിന്നെ ഗബ്രി, അങ്ങനെ ഇത്രയും പേരാണ് ഈ ഒരു ശ്രീരേഖയുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് ഈ ഒരു ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് ഈ പറഞ്ഞ ജിൻഡോനാണ്. കാര്യം ഉറപ്പായിട്ടും മറ്റേ ടണൽ ടീം ഫുള്ള് ജിൻഡോയ്ക്കാണ് വോട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൗസിലെ താരമായി മാറിയോ, അതായത് എല്ലാ കോ കണ്ടസ്റ്റൻസിനെയും ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയി മാറിയോ എന്നൊരു തോന്നലുണ്ട്. കാര്യം എല്ലാവരും ജിൻഡോയ്ക്കാണ്, അടച്ച് ജിൻഡോയ്ക്ക് വോട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ്. പിന്നെ ശ്രീധുവിന് തന്നെ ഒരു വോട്ട് കൊടുത്തു, പിന്നെ നോറയും ശ്രീധുവിന് വോട്ട് കൊടുത്തു, പിന്നെ ജിൻഡോ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ആയിരിക്കാം മേ ബി കൊടുത്തത്. നന്ദനയ്ക്ക് വോട്ടുകളൊന്നും തന്നെ ലഭിച്ചില്ല. അഭിഷേകിനാണെങ്കിൽ ജാസ്മിൻ ഒരു വോട്ടും കൊടുത്തു. അങ്ങനെ ആ ഒരു വോട്ടിംഗ് പ്രക്രിയ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ജയിൽ നോമിനേഷൻ ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അൻസിബയാണ്. പിന്നീട് അതുപോലെ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് സായിയും ജയിലിലാവുമാണ്. പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പൊ സ്പോൺസർ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫാനിന്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അപ്പൊ അത് ലാലേട്ടന്റെ എന്താ പറയാ സിനിമ ഡയലോഗുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ പാട്ടുകൾ വെച്ചിട്ടും ഒക്കെ പെർഫോം ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ശ്രീരേഖയൊക്കെ മനോഹരമായിട്ട് തന്നെ ചെയ്തു, ജിൻഡോയും ഒക്കെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തു. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആ ഒരു പെർഫോമൻസിന് ഇതുപോലെ അപ്രിസിയേഷനും അതുപോലെ ഗിഫ്റ്റ്സും ഒക്കെ കിട്ടി. അതിനുശേഷം പിന്നീടാണെങ്കിൽ ഒരു ലൈവില് നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് റസ്മിനും അർജുനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് റസ്മിൻ ഓടി വന്ന് ശ്രീധുവിനോട് പറയുന്നുണ്ട്, ശ്രീധു അർജുന് നിന്നോടൊന്ന് സംസാരിക്കണം, അങ്ങോട്ടൊന്ന് ചെല്ലുവോ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കപ്പിൾസ് ആണല്ലോ ഈ പറഞ്ഞ ശ്രീധു അർജുനും. അപ്പൊ ചെല്ലുന്ന സമയത്ത് അർജുനാണെങ്കിൽ പിടങ്ങിയിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധു ആണെങ്കിൽ ഇപ്പൊ അർജുന അധികം മൈൻഡ് ചെയ്യുന്നില്ല. പണ്ട് ഇവര് കുറച്ച് കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന ആരും നമുക്കറിയാം. അപ്പൊ ശ്രീധു പറയുന്നതാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുൻ ഇപ്പൊ പുതിയ 2 ഫ്രണ്ട്സിനെ കിട്ടി, അതിനുശേഷം ഞാനുമായിട്ട് അത്ര മിണ്ടുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് എനിക്കും ഒരു ഫ്രണ്ടിനെ കിട്ടി. സിബിനാണ് എന്റെ പുതിയ ഫ്രണ്ട്, അയാൾ കോമഡി ഒക്കെ പറയും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഞാൻ ആ ഒരു സൈഡിൽ പോയി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അർജുൻ ഭയങ്കര നിരാശാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജാസ്മിന്റെ ഗെയിം ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുവാണ്. ജാസ്മിൻ ആകെ എന്താ പറയാ, എന്തോ ഇന്ന് തന്നെ മോർണിംഗ് ആക്ടിവിറ്റി നടന്ന സമയത്ത് ഒരുപാട് പേര്, അതായത് ജാസ്മിന്റെ അവസ്ഥ എത്തരുത്, അത്രയ്ക്കും പരിതാപകരം, ഇവൻ പൂജ ഉൾപ്പെടെ പറഞ്ഞു. കാര്യം അത്രയ്ക്ക് പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോ ഗെയിമിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗെയിമിൽ നിന്ന് ഒന്നെങ്കിൽ ജാസ്മിൻ പുറത്തു പോകണം, അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഓഫും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി ഗെയിമിലേക്ക് തിരിച്ചു വരണം. ജാസ്മിൻ ഇപ്പൊ സീരിയസ്ലി ഈ ഗബ്രി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇന്നലത്തെ രാത്രിത്തെ ലൈവില് തന്നെ ഈ പറഞ്ഞ ഗബ്രിയുമായിട്ട് ഇരുന്ന് എന്താ പറഞ്ഞ സംസാരിക്കുന്നതും ഒരുപാട് നേരം ലൈവില് കാണിക്കുന്നുണ്ട്. അതുപോലെ ജാസ്മിൻ ആണെങ്കിൽ ഗബ്രീനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഇവര് സ്ഥിരം ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഇതുപോലെ ഗബ്രി എല്ലാത്തിനും ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് സോബയെ കിടന്നുറങ്ങുന്ന ജാസ്മിന്റെ അടുത്ത് തന്നെ കൈപിടിച്ചിരുന്ന് രാത്രി ഉറങ്ങുന്ന ഒരു ഗബ്രി. ഭയങ്കര നാടകീയമായ ചില മുഹൂർത്തങ്ങളാണ് നമുക്ക് ലൈവില് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആണെങ്കിൽ ഒരു സൈഡില് ഗബ്രിയും വേണം, മറ്റേ സൈഡിൽ എന്നാ വീട്ടുകാരെയും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തുവാ ചെയ്യണ്ടേ? ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനും ഗബ്രി സമ്മതിക്കുന്നില്ല, എന്നാ വീട്ടുകാരുടെ അവസ്ഥ വെച്ച് ആലോചിക്കുമ്പോ ക്വിറ്റ് ചെയ്യാൻ വേണം. അങ്ങനൊക്കെ ആകെ ഒരു പോയ അവസ്ഥയിലാണ് ഈ പറഞ്ഞ ആരുള്ളത്, നമ്മുടെ ജാസ്മിൻ ഉള്ളത്. പിന്നീട് ഇതുപോലെ മറ്റൊരു ആരോപണം ജിൻഡോയ്ക്കെതിരെ നടക്കുന്നുണ്ട്. ആരോപണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജിൻഡോയും അഭിഷേകും ഒക്കെ സെയിം ടീമാണല്ലോ. അപ്പം അവരൊരു ടീം ആകുമ്പോൾ ഒരുമിച്ചായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് ജിൻഡോ ഈ പറഞ്ഞ അഭിഷേകിന്റെ തൊടയിൽ പിടിച്ചു, അത് അദ്ദേഹത്തിന് അൺകംഫർട്ടബിൾ ആയി തോന്നി എന്നൊരു ആരോപണം പറഞ്ഞായിരുന്നു. അഭിഷേക് പറഞ്ഞായിരുന്നു. ഒരിക്കലും ഒരു ജെൻഡർ കാർഡോ അല്ലെങ്കിൽ വേറെ ജിൻഡോയെ ആക്ഷേപിക്കാൻ വേണ്ടി അങ്ങനൊന്നും പറഞ്ഞതല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം അൺകംഫർട്ടബിൾ ആയി തോന്നി എന്ന് പറയുകയുണ്ടായി. അപ്പൊ പല ഹൗസ് മെമ്പേഴ്സും അത് ചോദ്യം ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ചോദ്യം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പരാമർശം പറയുന്ന ഒരാൾ അഭിഷേക് അല്ല. ഈ പറഞ്ഞ ഗബ്രി പറഞ്ഞായിരുന്നു. പക്ഷെ ഗബ്രി പറഞ്ഞ അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അത് വേറെ തന്നെ. പക്ഷെ എന്നാലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് മേൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ള
എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടാക്കും. പിന്നീട് തന്നെ ജിൻഡോ സമ്മതിക്കുന്നുണ്ട്, ഇതുപോലെ പിടിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ പ്രാവശ്യം അറിയാണ്ട് പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഭിഷേകും അത് പിന്നീട് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു സംഭവത്തിൽ കൺവിൻസ്ഡ് ആവുന്നുണ്ട്, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പിന്നെ പൊട്ടിത്തെറികളും ചീറ്റലുകളും ഒക്കെ അണഞ്ഞ പടക്കങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു ദിവസം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നാളെ ഇതേ സമയം ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ ലൈവായിട്ട് ഞാൻ റിവ്യൂ ഇടാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ അത്ര എഫേർട്ട് ഇട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ എണ്ണം കുറയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്ന്, അപ്പൊ ഇനിയും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് എനിക്ക് തരാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.